എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്ന പേജ് ഒബ്ജക്ട് മോഡൽ ഡിസൈൻ പാറ്റേണിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇനി നമുക്ക് രണ്ട് ടെസ്റ്റ് കേസും കൂടെ എഴുതാനുണ്ട്. ഒന്ന് ലോഗിൻ ചെയ്ത ശേഷമുള്ള ഫ്ലാഗ് ലാബ്സ് എന്നുള്ള ഹെഡിങ്ങും അതുപോലെ രണ്ടാമത്തത് പ്രൊഡക്ട്സ് എന്ന ഹെഡിങ്ങിന്റെ അസർഷനുമാണ്. ഈ രണ്ട് ടെസ്റ്റ് കേസുകളിലൂടെ നമുക്ക് എഴുതാനുണ്ട്. ഫ്ലാഗ് ലാബ്സ് എന്ന ഹെഡിങ്ങും പ്രൊഡക്ട്സ് എന്ന ഹെഡിങ്ങും ഹോം പേജിനകത്താണ്. അപ്പം നമ്മളൊരു സെപ്പറേറ്റ് പേജ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ ഈ രണ്ട് ഹെഡിങ്ങും വെരിഫൈ ചെയ്യാനുള്ള മെത്തേഡ്സും ആ ക്ലാസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്യണം. ആ പേജ് ക്ലാസ് ക്രിയേറ്റ് ചെയ്ത ശേഷം അതിൻ്റെ കറസ്പോണ്ടിങ് ടെസ്റ്റ് ക്ലാസ് നമ്മൾ എഴുതും. ആ ടെസ്റ്റ് ക്ലാസ്സിനകത്തായിരിക്കും ഇത് രണ്ട് വെരിഫൈ ചെയ്യാനുള്ള ടെസ്റ്റ് മെത്തേഡ്സ് എഴുതാൻ പോകുന്നു. ഇനി നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും ലോഗിൻ പേജിന്റെ ഭാഗമാണ്. അപ്പം ഈ രണ്ട് വെബ് എലമെന്റും നമ്മൾ ലോഗിൻ പേജിനകത്ത് മെൻഷൻ ചെയ്യും. അതുപോലെ യൂസർ നെയിം എൻ്റർ ചെയ്യാനുള്ള മെത്തേഡും പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള മെത്തേഡും ലോഗിൻ പേജിനകത്ത് തന്നെയായിരിക്കും മെൻഷൻ ചെയ്യുന്നത്. ഞാൻ യൂസർ നെയിമിന് വേണ്ടിയുള്ള വെബ് എലമെന്റ് എഴുതുകയാണ്. ബൈ ലൊക്കേറ്റർ നമുക്ക് സ്വാഗ് ലാബ്സ് ടെസ്റ്റിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. id എന്ന ലൊക്കേറ്റർ നമുക്ക് യൂസ് ചെയ്യാം. ഈ വെബ് എലമെന്റ് ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുവാണ്. യൂസർ നെയിം എന്നുള്ളത് മാറ്റി പാസ്വേഡ് എന്നാക്കി ലൊക്കേറ്ററിന്റെ വാല്യൂ സ്വാഗ് ലാബ്സ് ടെസ്റ്റിൽ നിന്ന് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇനി യൂസർ നെയിം എൻ്റർ ചെയ്യാനുള്ള മെത്തേഡും പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള മെത്തേഡും കൂടെ ക്രിയേറ്റ് ചെയ്യും ഈ ക്ലാസ്സിനകത്ത്. പബ്ലിക് വോയിഡ് എൻ്റർ യൂസർ നെയിം. ഈ മെത്തേഡ് ഞാൻ പാരാമീറ്ററൈസ് ചെയ്യുവാണ്. സ്ട്രിങ് യൂസർ നെയിം ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ്. വെബ് എലമെന്റ് കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യുക. യൂസർ നെയിം ആണ് നമുക്ക് വേണ്ടത്. യൂസർ നെയിം ഡോട്ട് സെൻഡ് കീസ് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്തു. അതിനുശേഷം ഈ പാരാമീറ്റർ ഇതിലേക്ക് പാസ് ചെയ്തു. ഇതേ മെത്തേഡ് ഞാൻ ഒന്നുകൂടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുവാണ്. എൻ്റെ യൂസർ നെയിം എന്നുള്ളത് ഞാൻ മാറ്റി പാസ്വേഡ് എന്നാക്കി. ഇവിടെ വെബ് എലമെന്റ് പാസ്വേഡ് ആക്കി. അതുപോലെ പാരാമീറ്ററും ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഹോം പേജിലെ വെബ് എലമെന്റ് എഴുതാൻ വേണ്ടി ഒരു പേജ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഹോം ഡോട്ട് പേജസ് എന്ന പാക്കേജിനകത്ത് ഒരു പുതിയ ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ഹോം പേജ് എന്ന് പറഞ്ഞ് ഇവിടെ നമുക്ക് വെബ് ഡ്രൈവറിന്റെ ഒബ്ജക്റ്റ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇനി നമുക്ക് സ്വാഗ് ലാബ്സ് ഹെഡിങ്ങിന്റെ ലൊക്കേറ്റർ ആണ് എഴുതേണ്ടത്. ബൈ സ്വാഗ് ലാബ്സ് ഹെഡിങ് എന്ന് പറഞ്ഞ വെബ് എലമെന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ബൈ ഡോട്ട് ലൊക്കേറ്റർ നമുക്ക് സ്വാഗ് ലാബ്സ് ടെസ്റ്റിൽ നിന്ന് കോപ്പി ചെയ്യാം. അതുപോലെ പ്രൊഡക്ട്സിന് വേണ്ടിയുള്ള വെബ് എലമെന്റും കൂടെ നമുക്ക് ക്ലാസ്സിൽ ആഡ് ചെയ്യാം.
എക്സ്പാത്ത് ചേഞ്ച് ചെയ്യണം. പ്രൊഡക്ട്സിൻ്റെ എക്സ്പാത്ത് ഇതാണ്. ഇനി ഈ ക്ലാസ്സിന് വേണ്ടി കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. കൺസ്ട്രക്ടറിൻ്റെ പേര് ചേഞ്ച് ചെയ്തു. ഇനി പ്രോഗ്രാംസ് ഹെഡിങ്ങും പ്രൊഡക്ട്സ് ഹെഡിങ്ങും വെരിഫൈ ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്യണം. പബ്ലിക് സ്ട്രിംഗ് വെരിഫൈ പ്രോഗ്രാംസ് ഹെഡിങ് എന്ന് പറഞ്ഞ മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് കറക്റ്റ് വെബ് എലമെന്റ് പാസ് ചെയ്യുക. അതിനുശേഷം ഡോട്ട് ഗെറ്റ് എക്സ് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്തു. റിട്ടേൺ കീവേഡും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതേ മെത്തേഡ് തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. വെരിഫൈ സ്വാഗ് ലാബ്സ് ഹെഡിങ് എന്നുള്ളത് ഞാൻ മാറ്റി വെരിഫൈ പ്രൊഡക്ട്സ് ഹെഡിങ് എന്നാക്കുവാണ്. അതിനുശേഷം വെബ് എലമെന്റ് കറക്റ്റായിട്ട് പാസ് ചെയ്യാം. ഇനി ഈ കറസ്പോണ്ടിങ് പേജിന് വേണ്ടി നമുക്ക് ഒരു ടെസ്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. home.test എന്ന പാക്കേജിനകത്ത് HomeTest എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇവിടെ വെബ് ഡ്രൈവറിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ ഈ രണ്ട് മെത്തേഡും ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ചേഞ്ചസ് വരുത്തുന്നതായിരിക്കും ടെസ്റ്റ് കേസ് അനുസരിച്ച്. വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി മെത്തേഡിന്റെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യാം. സ്വാഗ് ലാബ്സ് ഹെഡിങ് ടെസ്റ്റ് എന്ന് ഞാൻ പേര് കൊടുത്തു. ഇനി ഈ ഒബ്ജക്റ്റ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. കാരണം ലോഗിൻ പേജിലെ മെത്തേഡ്സ് നമുക്ക് ഇവിടെ വിളിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഹോം പേജിന്റെ ഒബ്ജക്റ്റും നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഞാൻ അതും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഹോം പേജ് ഹോം ഈക്വൽ ടു ന്യൂ ഹോം പേജ് ഓഫ് ഡ്രൈവർ. ഇനി ലോഗിൻ ഡോട്ട് എൻ്റർ യൂസർ നെയിം എന്നുള്ള മെത്തേഡ് വിളിക്കാം. അതുപോലെ ലോഗിൻ ഡോട്ട് എൻ്റർ പാസ്വേഡ് എന്നുള്ള മെത്തേഡ് വിളിക്കാം. ലോഗിൻ ഡോട്ട് ക്ലിക്ക് ലോഗിൻ എന്നുള്ള ക്ലിക്ക് ലോഗിൻ ബട്ടൺ എന്നുള്ള മെത്തേഡ് വിളിക്കാം. അപ്പോൾ ഈ മൂന്ന് മെത്തേഡിനെയും വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോഗിൻ പേജിന്റെ ഒബ്ജക്റ്റ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യണം. കാരണം ഈ മൂന്ന് മെത്തേഡ്സ് നമ്മൾ ലോഗിൻ പേജ് ക്ലാസ്സിനകത്താണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലോഗിൻ ചെയ്ത ശേഷം ഇനി നമുക്ക് അസേർട്ട് ചെയ്ത് നോക്കണം. ഹോം ഡോട്ട് വെരിഫൈ സ്വാഗ് ലാബ്സ് ഹെഡിങ് എന്നുള്ള മെത്തേഡ് നമുക്ക് വിളിക്കാം. അതിനുശേഷം എക്സ്പെക്റ്റഡ് വാല്യൂ ഇവിടെ കൊടുക്കാം. അതിനു മുമ്പ് യൂസർ നെയിമിന്റെ വാല്യൂ നമുക്ക് ടെസ്റ്റ് കോഡിനകത്ത് ആഡ് ചെയ്യാം. പാസ്വേഡിന്റെ വാല്യൂ കൂടെ ആഡ് ചെയ്യാം. നമുക്ക് ലോഗിൻ ചെയ്ത ശേഷം ഡിസ്പ്ലേ ചെയ്യുന്ന ഹെഡിങ്ങിന്റെ സ്പെല്ലിങ് തെറ്റാതെ നമുക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. സ്വാഗ് ലാബ്സ് എന്നുള്ളതാണ് എക്സ്പെക്റ്റഡ് വാല്യൂ. ഇനി നമുക്ക് ഈ മെത്തേഡിന്റെ പേരും ചേഞ്ച് ചെയ്യാം. പ്രൊഡക്ട്സ് ഹെഡിങ് ടെസ്റ്റ് എന്നാക്കാം. ഇനി
ഇത്രയും ഭാഗം കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇനി വരുത്തേണ്ട ചേഞ്ച് ഹോം ഡോട്ട് വിളിക്കേണ്ട മെത്തേഡ് പ്രൊഡക്ട്സ് വെരിഫൈ ചെയ്യാനുള്ള മെത്തേഡാണ്. വെരിഫൈ പ്രൊഡക്ട്സ് ഹെഡിങ് എന്നുള്ള മെത്തേഡ് കറക്റ്റായിട്ട് വിളിക്കുക. അതിനുശേഷം എക്സ്പെക്റ്റഡ് വാല്യൂ കറക്റ്റായിട്ട് കൊടുക്കുക. പ്രൊഡക്ട്സ് എന്നുള്ളതാണ് എക്സ്പെക്റ്റഡ് വാല്യൂ. ഇനി നമുക്ക് ഈ രണ്ട് കേസ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് അതിന് മുമ്പ് വെരിഫൈ ചെയ്ത് നോക്കാം എല്ലാം കറക്റ്റ് ആണോ. ഇവിടെ നമ്മൾ സീക്രട്ട് സോഴ്സ് എന്നുള്ള വാല്യൂ പാസ് ചെയ്തിട്ടില്ല. അത് നമുക്ക് ഇവിടെ നിന്ന് പാസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ടെസ്റ്റ് ക്ലാസ് റൺ ചെയ്യാം. റൺ എന്നുള്ള ഓപ്ഷൻ ഞാൻ യൂസ് ചെയ്യുവാണ്. രണ്ട് ടെസ്റ്റ് കേസും പാസ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു അപ്രോച്ചിന്റെ ഗുണം ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക, ഈ ലോഗിൻ എന്ന ബട്ടന്റെ ലൊക്കേറ്റർ ചേഞ്ച് ചെയ്തു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക. UI ഡെവലപ്പർ ചേഞ്ച് ചെയ്തു എന്ന് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്കും അതേ ചേഞ്ചസ് നമ്മുടെ കോഡിനകത്ത് വരുത്തേണ്ടതായിട്ട് വരും. നമ്മൾ പേജ് ഒബ്ജക്റ്റ് മോഡൽ അപ്രോച്ച് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ച് ഒരു ക്ലാസ്സിൽ മാത്രം വരുത്തിയാൽ മതി. കാരണം നമ്മൾ ലോഗിൻ ബട്ടണിൽ ലൊക്കേറ്റർ ഈ ക്ലാസ്സിലാണ് എഴുതിയിരിക്കുന്നത്. ആ ചേഞ്ച് നമ്മൾ ഇവിടെ മാത്രം വരുത്തും. ഈ ചേഞ്ച് ഇവിടെ വരുത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കി ടെസ്റ്റ് ക്ലാസ്സുകളിലും മെത്തേഡ്സിലും അത് തന്നെ റിഫ്ലക്റ്റ് ആവും. മറിച്ച് നമ്മൾ പേജ് ഒബ്ജക്റ്റ് മോഡൽ അല്ല യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഈ സ്വാഗ്രാഫ്സ് ടെസ്റ്റ് എന്നുള്ള ക്ലാസ്സിനകത്ത് ഇവിടെ 4 ടെസ്റ്റ് മെത്തേഡിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ലോഗിൻ ബട്ടൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, അതുപോലെ ഇവിടെയുണ്ട്. അപ്പം ഈ 4 സ്ഥലത്ത് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. പേജ് ഒബ്ജക്റ്റ് മോഡൽ ആണെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം വരുത്തിയാൽ മതി. അതനുസരിച്ച് ബാക്കിയുള്ള സ്ഥലത്ത് റിഫ്ലക്റ്റ് ആയിക്കോളും. അതാണ് മെയിൻറ്റൈനബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ഡിസൈൻ പാറ്റേണിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.